പുറത്ത് മഴ തകർത്ത് പെയ്യുകയാണ്. ശക്തമായ കാറ്റുമുണ്ട്. ആ മഴയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട്. പരിപാടി വീക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. കുറേ മനുഷ്യരുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു മഴ പെട്ടെന്ന് വന്നു. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യരും മഴയിൽ നിന്ന് അഭയം തേടാൻ അല്ലെങ്കിൽ മഴയിൽ നിന്ന് ഓടി ഒളിച്ചു. ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ലെതറിൻ്റെ ചെരുപ്പ് നനയാതിരിക്കാൻ ഞാനും അവരുടെ കൂടെ ഓടി ഒരു ഷെയ്ഡിൽ പോയി നിന്നു. രക്ഷ നേടി നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു വയസ്സായ ഒരു സ്ത്രീ, ഒരു 75 വയസ്സെങ്കിലും തോന്നിക്കുന്ന ഒരു സ്ത്രീ, വല്ലാതെ ക്ഷയിച്ചിട്ടുണ്ട്, വടികുത്തിപ്പോലും നടക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീ, കയ്യിൽ ഒരു കവറുമായി മറുകയിൽ ഒരു വടിയുമായി അവർ ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യാണ്. അവർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ സാധിക്കുന്നില്ല. ഒരു മനുഷ്യരും ഒരു കൈ കൊടുത്ത് അവരെ സഹായിക്കാനില്ല. അവരിങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ അവരിങ്ങനെ നോക്കുന്നുണ്ട്. എന്നെപ്പോലെ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരും അവരെ വളരെ നിസ്സഹായതയോടെ അവരെ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ നനഞ്ഞ് കുതിരയാണ്. നല്ല മഴയാണ്. ആ സ്ത്രീ ഇങ്ങനെ നനഞ്ഞ് കുതിരയാണ്. അവരുടെ കൈ പതുക്കെ വിറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാലുകളിൽ വിറ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അവർ വീണു പോകുമോ എന്ന ഭയം എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ലെതർ ചെരുപ്പിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഷർട്ടിനെയോ എൻ്റെ പാൻറ്റിനെയോ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി എന്നെ പുറത്തേക്ക് ആവാഹിച്ചു. ഞാൻ ഓടിച്ചെന്ന് ആ ഉമ്മയുടെ കൈ പിടിച്ചു. വളരെ പതുക്കെ ആ വിറയാറുന്ന കൈ ഞാനിങ്ങനെ മുറുക്കി പിടിച്ചപ്പോൾ ആ കയ്യിൽ നിന്നുള്ളൊരു ചൂട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ വളരെ പതുക്കെ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് മുറിച്ച് കടത്തി. അപ്പോഴേക്കും ഒരു ഓട്ടോ വന്നു. ആ ഓട്ടോയിൽ അവരെ കയറ്റി വിടുകയും ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ, നാളെ നമുക്ക് പ്രായമാകുമ്പോൾ, നാളെ നമ്മുടെ രക്ഷിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഇതേപോലൊരു അവസ്ഥയിൽ അവരെത്തി നിൽക്കുമ്പോൾ, ആരാരുമില്ലാതെ ഒരു റോഡ് മുറിച്ച് കിടക്കാൻ, ഒരു ബസ്സിൽ കയറാൻ, അല്ലെങ്കിൽ ഒന്ന് തലചുറ്റി വീണാൽ ആരാരുമില്ലാതെ ഇങ്ങനെ റോഡിലേകയായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ, ആ സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന മനോവേദനയെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ അവിടെ എനിക്ക് വല്ലാത്തൊരു പ്രതീക്ഷ തോന്നിയത്, നാളെ ആ ഉമ്മയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്നെയും ചേർത്ത് പിടിക്കാനുണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം. ആ വിശ്വാസമാണ് ഞാൻ പോലും അറിയാതെ എന്നെ മഴയിലേക്ക് തള്ളിവിട്ടത്. ആ ഒരു വിശ്വാസമാണ് എന്നെ അവരെ ചേർത്ത് പിടിക്കാനും അവരെ റോഡ് മുറിച്ച് കടക്കാനും സഹായിച്ചത്. അവിടെ മഴയെന്നോ കാറ്റെന്നോ വെയിലെന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നമ്മളൊരാളെ സഹായിച്ചാൽ നാളെ നമുക്ക് വേണ്ടിയും നമ്മളെ സഹായിക്കാനും നമുക്ക് വേണ്ടി നമ്മളെ ചേർത്ത് പിടിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ, അചഞ്ചലമായ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ കൊടുത്താൽ നമുക്ക് തിരിച്ചു തരാൻ ഇനി ആരും ഇല്ലെങ്കിലും, നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ലെങ്കിലും പടച്ച തമ്പുരാനുണ്ടാകും, അല്ലെങ്കിൽ ദൈവം ഉണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം.